കിഴക്കൻ കേരളത്തിലെ മലയോര ഗ്രാമമായ കള്ളിപ്പാറയിലെ ഒരു പഴയ ഹോസ്റ്റലിൻ്റെ ടെറസിൽ ഈ ടെറസിലേക്ക് വരാനാണോ പറയണത്? ഇവിടെ അടുത്ത് താമസമൊന്നുമില്ലേ? മനസമാധാനത്തോടെ പുകയെടുക്കാൻ പറ്റിയിട്ട് ദിവസം പോലെ ഇവിടെ ആരും കാണുകയില്ല. ഞാൻ കളിയാണ് അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ട. വീട്ടിൽ ഇങ്ങോട്ടാണോ പോകുന്നത്? അവനെ ഈ രാത്രി സഞ്ചാരം ഇത്തിരി കൂടുതലാണ്. അയ്യോ ചോര, ഇവര് ബോധമോല്ലോടാ. ആരിവനെ ഭയപ്പെട്ടാൻ നോക്കിയതാ. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇവിടെ അടുത്തേക്കാ ഹോസ്പിറ്റൽ. ഒരു 5 കിലോമീറ്റർ പോയാൽ ഹരി ഹോസ്പിറ്റലുണ്ട്. വേഗം എടുത്ത്. മരിയ ഹോസ്പിറ്റലിലെ എമർജൻസി വാർഡ്. പേടിക്കാനൊന്നുമില്ല. ഇറ്റ്സ് എ ഷോക്ക് ഔട്ട് ഓഫ് ഫിയർ. അല്പം ബ്ലഡ് പോയിട്ടുണ്ട്. രക്തം ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ഞങ്ങൾ അല്പം കൂടി താമസിക്കുന്നെങ്കിൽ. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? നിങ്ങൾ ഇവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കളിപ്പാറാന്നാ വരുന്നത്. അവിടെ പുതുതായി തുടങ്ങിയ ഫെർട്ടിലൈസർ ഫാക്ടറി ജോലിക്ക് വന്നതാണ് ഞങ്ങൾ. എൻ്റെ ഒരു പരിചയക്കാരൻ വഴി കിട്ടിയതാ. ഫാക്ടറിയുടെ അടുത്തുള്ള പഴയ ഹോസ്റ്റലിൽ മുറിയെടുത്ത് ഈ നങ്ങ മാറിയത്. രാത്രിയാകുമ്പോൾ പീറ്ററെ കണ്ടില്ല. ഞങ്ങൾ അവനെ വെച്ച് ടെറസിലേക്ക് വന്നു. ഞങ്ങൾ ടോർച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം പീറ്ററെ കഴുത്തിലൊടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന കണ്ടത്. ഞങ്ങൾ ഓടിച്ചെന്നപ്പോഴേക്കും അതവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ലൈക്ക് വാട്ട് ഐ എക്സ്പെക്ടഡ്. എന്തോ ഒരു അബ്നോർമാലിറ്റി ഇതിലെനിക്ക് തോന്നുന്നു. എന്നാ ഡോക്ടറെ, ഭയപ്പെടാൻ എന്തേലും? 5 വർഷം മുമ്പ് മോറിസ് ബംഗ്ലാവിൽ വെച്ച് ഇതുപോലൊരു മിസ്റ്റേക്ക് തോന്നൽ ഞാൻ അനുഭവിച്ചതാണ്. എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ നോക്കാൻ പോയതാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തത്ര ടെറിഫിക്കായിരുന്നു. പ്രേതമെന്നും പിശാചെന്നും ഗോസ്റ്റ് എന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്നത്. ആക്സിഡന്റിൽ അവിടെ എത്തിയ പോലീസുകാരൻ വരാൻ 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ആ ബംഗ്ലാവിന്റെ കിഴക്കുള്ള ട്രെഞ്ചിന്റെ അടിയിൽ ഇപ്പോഴും ഒരസ്ഥികൂടമായിട്ട് കിടക്കുമായിരുന്നു. അത് പ്രേതാത്മാവാന്ന് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? ആ ഡീപ് ട്രെഞ്ചിലേക്ക് വീണ ഒരു കറുത്ത കാർ ഓടിച്ചെന്ന മനുഷ്യന്റെ ബോഡി റിക്കവർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് CI തോമസ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഐ ആം ഷുവർ ആ സാറ്റനിക് ഫോഴ്സ് അത് അവൾ തന്നെയായിരുന്നു. അതുപോലെ ഒരു ആത്മാവാണോ ഡോക്ടർ?
നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പീറ്ററിന്റെ കഴുത്തിൽ 11 അടയാളത്തിൽ ഒരു മുറിവുണ്ടായി. വാട്ട് ഐ എം അഫ്രൈഡ് അബൌട്ട് ഇസ് ദാറ്റ് അത് നിങ്ങളെ ഇനി എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ആ ഹോസ്റ്റലിലെ ഏത് റൂമിലാണ് നിങ്ങൾ താമസിക്കുന്നത്? തെക്ക് വെസ്റ്റ് 6 നമ്പർ മുറി. അവിടെയോ നിങ്ങളുമായി ബന്ധപ്പെട്ടു മിസ്റ്റിക്കായി എന്തോ സംഭവിച്ചിട്ടുണ്ടാവണം. ഫാദർ ഗബ്രിയേലിന് മാത്രമേ ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയൂ. ആ ഫാദർ ഇപ്പോൾ എവിടെയുണ്ട്? ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി കണ്ടേക്കാം. ഏകദേശം 22 കിലോമീറ്റർ വടക്ക് കോട്ടപ്പാറപ്പള്ളി ഡിവൈൻ പവറുകളുള്ള ഫാദറിന് ചിലപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. വഴിയിൽ എന്ത് ഡിസ്റ്റർബൻസസ് ഉണ്ടായാലും നിർത്താതെ മുന്നോട്ട് പോവുക. ടേക്ക് ഗുഡ് കെയർ ഓഫ് പീറ്റർ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. കോട്ടപ്പാറ പള്ളിയുടെ മുന്നിൽ ആ 4 സുഹൃത്തുക്കളും എത്തുന്നു. ഇത് എവിടെയാണോ നമ്മൾ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ആ ഫാദറോട് ഒറ്റയ്ക്കാണ് കഴിയുന്നത്. നമ്മളിപ്പോ ഒരു വള്ളിക്കെട്ടിൽ നിന്ന് മറ്റൊരു വള്ളിക്കെട്ടിലേക്കാണ് പോകുന്നത്. നീ ഒരുത്തന്നെ തുടങ്ങി വെച്ചത്. എങ്ങാണ്ട് കിടന്ന പ്രയത്തെ കൂടെ കൂട്ടിയപ്പോൾ സമാധാനമായല്ലോ. എടാ, എനിക്ക് പേടിയാവുന്നടാ. ഇനി ഇതും വല്ല പ്രേതാത്മാവിന്റെ വാസസ്ഥലമാണോ? ഒന്നും മിണ്ടായിരിക്കടാ. ബാക്കിയുള്ളവനെ കൂടി പേടിപ്പിക്കാനായിട്ട് അകത്ത് ലൈറ്റ് ഉണ്ടല്ലോ. അവിടെ തന്നെ നിന്നുള്ളൂ, ഞാൻ അങ്ങോട്ട് വരാം. പേടി തോന്നുന്നുണ്ടല്ലേ? ഡോക്ടറായിരുന്നു എന്നോടെല്ലാം പറഞ്ഞു. ഭാഗ്യത്തിന് വീട്ടിൽ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. ഫാദർ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവൂ. പ്ലീസ്. ഇത് മറ്റൊന്നുമല്ല. ദ്വേഷബുദ്ധിയോട് ചുറ്റിത്തിരിയുന്ന അവൾക്ക് വേണ്ടത് പ്രതികാരം നിറവേറ്റുക എന്നതാണ്. പ്രതികാരോ? ആരോട്? എന്തിന്? അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എങ്ങനെ കണ്ടെത്താനാവും ഫാദർ? ഭയപ്പെടേണ്ട, നിങ്ങളെ ഞാൻ സഹായിക്കാം. തൽക്കാലം നിങ്ങൾ 4 പേരും ഈ സെക്രട്ടറി അണിയുക. ഒരു കാരണവശാലും ഈ മാല നിങ്ങളുടെ ദേഹത്തു നിന്നും കോരരുത്. വളരെ നന്ദിയുണ്ട് ഫാദർ. നിൽക്കൂ. ഈ രാത്രിയിൽ നിങ്ങൾ ഇനി യാത്ര ചെയ്യണ്ട. ഈ ചർച്ചിന്റെ ടവറിൽ നിങ്ങൾക്ക് ഇന്ന് വിശ്രമിക്കാം.
എന്തൊരു മരണചക്രത്തിലാടാ സണ്ണി നമ്മളീ വന്ന് പെട്ടേക്കണം. അലക്സ്, നീ എവിടെ പോവാ? ഞാനത് മൂത്രമൊഴിച്ചിട്ട് വരാം. ആ വേഗം പോയിട്ട് വാടേ. ആ മാല കഴുത്തിൽ തന്നെ ഇല്ലേ ഫാദർ തന്നെ? അത് ഞാൻ അപ്പോഴേ ആ കുറ്റിക്കാട്ടിലേക്ക് ഇട്ടു. അയ്യോ അലക്സ്, നീ ഇപ്പൊ പോണ്ട, സൂക്ഷിക്കണം. നീ സൂക്ഷിച്ചോ, എനിക്കൊരു പേടിയില്ല. പീറ്റർ, എടാ ജനലിൽ കൂടെ നോക്കിക്കടാ, അവിടെ ഒരു പച്ച മനുഷ്യൻ കാണുന്നില്ലേ? എനിക്കൊന്നും കാണുന്നില്ല, കണ്ണിലാകെ ഇരുട്ട് കൂടി കിടക്കുക. ഈ പള്ളിയുടെ ചുറ്റും മൊത്തം ഇരുട്ടാണല്ലോ. ആരുടെ കരച്ചിലാണ് അത്? അലക്സ് തിരിച്ചു വന്നൂല്ലല്ലോ. നമുക്ക് ഫാദറിനെ പോയി വിളിച്ചാലോ? അടങ്ങിയങ്ങാൻ കിടന്നോ, ആവൻ വന്നോളൂ. ഓ, നീ വന്നോ? എന്നാടാ ശബ്ദം കേട്ടത്? ആരുടെയോ കരച്ചിൽ കേട്ടു, ഞാനൊന്നും നോക്കാൻ പോയില്ല. നിങ്ങൾക്ക് അത്ര സുഖകരമായ രാത്രി ആയിരുന്നില്ല അല്ലേ? ഞങ്ങൾക്കാർക്കും ഉറങ്ങാൻ പറ്റിയില്ല ഫാദർ. ഇടയ്ക്കെപ്പോഴും ആരോ കരച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് റോസ് കോട്ടേജിലെ വാച്ച്മാൻ വർക്കിച്ചൻ രാത്രി മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമായി എനിക്ക് തോന്നുന്നില്ല. ഫാദർ, ആ പിശാചിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. ആ കറുത്ത രൂപം ഞാൻ വീണ്ടും ജനാലയ്ക്കുള്ളിൽ കണ്ടിരുന്നു. സംശയമില്ല, നിങ്ങളിൽ ഒരാൾക്കുണ്ടാകേണ്ട ഫേറ്റാണ് ആ വാച്ച്മാൻ ഉണ്ടായത്. നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയിക്കൊള്ളൂ. കള്ളിപ്പാറയിലെ അവരുടെ ഹോസ്റ്റലിലെ 6-ാം നമ്പർ മുറി. നമ്മൾ ഈ മുറി എടുത്തിട്ട് ഒരു ദിവസം പോലും ഇവിടെ തേച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. ആ ഫാദറിന്റെ അടുത്ത് പോയത് കൊണ്ട് ജീവനെങ്കിലും ബാക്കിയുണ്ട്. നമ്മുടെ മുറിയിൽ ആരോ ഉണ്ടല്ലോ. ഇയാളെങ്ങനെ അകത്ത് കയറി? വാച്ച്മാനല്ലേ, ഞങ്ങളുടെ റൂമിൽ ആരും ഇരിക്കുന്നു. നിങ്ങൾ ഇയാളെ വരുന്നത് കണ്ടില്ലേ? അയ്യോ, ഇത് ഡോക്ടർ അരുണല്ലേ? ഇയാള് മരിച്ചു പോയെന്ന്. ഇനി എന്ത് ചെയ്യൂടാ? ഈ ഡോക്ടർ ഇവിടെ വന്നു. ഞങ്ങളുടെ മുറിയിലായി ഞാൻ മരിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് സഹായിക്കണം ഞങ്ങൾക്ക്. നീ എന്നാത്തിനാണ് അയാളെ വിളിച്ചു പറഞ്ഞത്? എന്നാ ചെയ്യണമെന്ന് ആലോചിക്കുക. ഡോക്ടർ നമ്മുടെ മുറി വെച്ചാ മരിച്ചെന്നറിഞ്ഞ നമ്മളെ സംശയിക്കും. അല്ലെങ്കിൽ സംശയിക്കില്ലേ? ബോഡിയുടെ എങ്ങനെ വന്നു എന്നതിന് നമ്മൾ ഉത്തരം പറയണം. രണ്ടായാലും പോലീസിന് പിടി ഉറപ്പാ. നീ ഒറ്റ ഒരുത്താൻ കാരണം ഇതെല്ലാം ഉണ്ടായിരുന്നത്. എവിടെയോ കിടന്ന പ്രയോജനം കൂടെ കൂട്ടിക്കൊണ്ടുവന്ന നീയാ. അതെ, അതിന് പ്രതികാരം ഇവരോടാണ്. കൂട്ടത്തിൽ ബാക്കിയുള്ളവരെ പറ്റും.
നേരുന്നത് കാപട്യത്തിൽ നിന്നും മെനഞ്ഞെടുത്ത ക്രമഭംഗം വന്ന വെറും വാക്കുകൾ മാത്രമാണ്. നിങ്ങൾ ആരാ? എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോ വന്നേ? ക്ഷണിക്കപ്പെട്ടു വരേണ്ട ഒരു സന്ദർഭത്തിലല്ലല്ലോ നിങ്ങളെ ഞാൻ ഈ കാണുന്നത്. ഞങ്ങളാകെ ഒരു വട്ട് പിടിച്ച അവസ്ഥയിലാണ്. ഇനി ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ആവശ്യക്കാർ ഒരു മെന്റലിസ്റ്റായ എന്നെ തേടി വരാറാണുള്ളത്. അവരെന്നെ റെഡ് ജോൺ എന്ന് വിളിക്കും. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ പാവം ഡോക്ടറെ വകവരുത്തിയത്? ഒരു അപകടത്തിൽ നിന്നെ രക്ഷിച്ചത് ഡോക്ടർ അരുണാണ്. ഞങ്ങൾ എന്തിനാ അയാളെ കൊല്ലണം? കൊല ചെയ്യുന്നവരിൽ 40% പേരെ പിടിക്കപ്പെടുന്നുള്ളൂ മിസ്റ്റർ പീറ്റർ. റെഡ്ജോ, നിങ്ങളിപ്പോ നന്നാണ്. ഞങ്ങളെന്നെ സഹായിക്കണം. ഒരു പ്രേതാത്മാവ് ഞങ്ങളെയും ഞങ്ങളുടെ അടുത്തുള്ളവരെയും അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കുന്നു അല്ലേ? ഡോക്ടറെ കൊന്നത് നിങ്ങളൊന്നും അല്ലെന്ന് എനിക്കറിയാമല്ലോ. തൽക്കാലം ഡോക്ടറുടെ മരണം മറ്റാരും അറിയണ്ട. റെഡ്ജോ, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയുന്നു. എല്ലാവരോടും ഭയപ്പെട്ടിരിക്കുകയാണ്. മരണശേഷം ഭയമൊന്നുമില്ല അലക്സ്. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം. ഈ മുറിയിൽ താമസിക്കുന്ന നിങ്ങളിൽ ആരോടോ എമീലിയയ്ക്ക് അതിയായ അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതൊരു നിയോഗമാണ്. എമിലിയോ? ആരാ? നിങ്ങൾ അന്വേഷിക്കുന്ന, അല്ല, നിങ്ങളെ അന്വേഷിക്കുന്ന ആ പ്രേതാത്മാവ്. അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് കണ്ടെത്താതെ നിങ്ങൾക്ക് രക്ഷയില്ല. വീണ്ടും കാണുന്നത് ജീവനോടെ തന്നെ ആകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്താണ് കിഷോറെ, അലക്സെ നമ്മളിനി ചെയ്യുക? പീറ്ററെ, നീ അറിയോ ഈ എമിലിയെ? നീ എന്താ അവളോട് ചെയ്തത്? കർത്താവാണ്, എനിക്കറിയത്തില്ല. ഇതാ ഡോക്ടറെ ഫോണെന്നാ തോന്നണ. ഇതിലൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് മുഴിപ്പിക്കാതെ വെച്ചിട്ടുണ്ടല്ലോ. നീ അതൊന്ന് പ്ലേ ചെയ്തേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബേസിക്കലി സർപ്രൈസസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയും ഒരു സർപ്രൈസായി ഞാൻ ചെയ്യുന്നത്. പീറ്ററിനെ എൻ്റെ അടുത്ത് എത്തിച്ചപ്പോൾ മുതൽ ഐ വാസ് സസ്പീഷ്യസ് അബൌട്ട് ദ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ്, ദ മോട്ടീവ് ബിഹൈൻഡ് ഇറ്റ്. എൻ്റെ ഈ ഫോണിലുണ്ടായ ലൊക്കേഷൻ ആ ഹോണ്ടഡ് 11. അതെ, ഞാനത് കണ്ടെത്തി. പാവം ഡോക്ടർ നമ്മളെ രക്ഷിക്കാനുള്ള ശ്രമത്തില് ആ പിശാച് അദ്ദേഹത്തെ കൊന്നു. മരിക്കുന്നതിന് മുന്നേ ഡോക്ടർ ഒരു ഹോണ്ടഡ് 11 കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു? അതെ, എന്താണ് ഈ ഹോണ്ടഡ് 11? ഈ ഫോണിൽ അതിന്റെ ലൊക്കേഷൻ ഉണ്ടെന്നല്ല അയാൾ പറഞ്ഞേ. എടാ അലക്സ, നീ എന്ന് പോയി നോക്കടാ. യുവമാരൊന്നും വിട്ടാൽ ശരിയാകത്തില്ല. നീ ഫാദറുടെ നിശ്ചയം ഇട്ടിട്ട് പോയാൽ മതി. ഒന്ന് പോടാ, ചാങ്കുറപ്പില്ലാത്ത. ഡോക്ടറുടെ ഫോണിലെ ലൊക്കേഷൻ നോക്കി അലക്സ് അവിടെ എത്തുന്നു. ഇവിടൊന്നും കാണുന്നില്ലല്ലോ.
ചെറുപ്പക്കാരനെ ആ പ്രേതത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കായില്ല. ഫാദർ, ഇത് അവൾ തന്നെയാണ്. ആ എമിലിയ ഡോക്ടറെയും അലക്സിനെയും കൊന്നത് ആ പ്രേതം തന്നെയാണ്. എമീലിയയുടെ ലക്ഷ്യമെന്തെന്ന് അവൾ പല ആവർത്തി വ്യക്തമാക്കിയതല്ലേ പീറ്റർ? ഞങ്ങൾ ആ ഹോസ്റ്റൽ മുറിയിൽ കയറിയപ്പോൾ മുതൽ ആ പ്രേതം ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ ഇത് അലക്സിനെ. റെഡ്ജോ, താങ്കൾക്ക് എമിലിയെ എന്റെ മുന്നിൽ എത്തിക്കാൻ കഴിയുമോ? എമിലിയെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ആ സ്പിരിറ്റിനെ ഞാൻ ഫാദറിന് കാട്ടിത്തരാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. യെസ് റെഡ്ജോ, നമുക്ക് വിജയത്തെ രക്ഷിക്കണ്ടേ? കള്ളിപ്പാറയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച എമീലിയ ചെറുപ്പം മുതലേ അമ്മയുടെ മാത്രം സംരക്ഷണയിലാണ് വളർന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജിന് സമീപം ഇന്റർനെറ്റ് കഫേയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനുമായി അവൾ പരിചയപ്പെട്ടത്. ഇന്ന് വലിയ ഗൗരവത്തിൽ പോണ കണ്ടല്ലോ. കൊണ്ട് ബോധം പോലും നടിച്ചില്ല. ഓടിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു. അതെ, നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്. കാലമായി എൻ്റെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതെ, അമ്മയ്ക്ക് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിനെന്താ, എന്നായാലും അറിയേണ്ടതല്ലേ. വൈകിട്ട് ഫിലിമിന് പോയാലോ? ഇന്ന് ഞാൻ ഫ്രീ ആണ്. നാളെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ക്യൂൻസ് ഹോസ്റ്റലിലേക്ക് വാ. റൂം നമ്പർ ഏതാണ്? റൂം നമ്പർ 11. ഒരു 7 മണിയാവുമ്പോൾ ഞാൻ വരാം. ക്വീൻസ് ഹോസ്റ്റലിന്റെ, ദാറ്റ് മീൻസ് ഈ ഹോസ്റ്റലിന്റെ 11-ാം നമ്പർ മുറിയിലേക്ക്, അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ മുറിയിലേക്ക് കയറി വന്ന എമീലിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. നിസ്സഹായയായ അവളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവളെ ചതച്ചു കൊലപ്പെടുത്തിയത് അവളുടെ കാമുകനായ ചെറുപ്പക്കാരനാണെന്ന്. നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ രക്തദാഹിയായ എമീലിയുടെ പ്രേതം അല്ല, അവളുടെ സഹോദരി അഡ്രിയൽ ഇപ്പോൾ വന്നിരിക്കുന്നു. എമിലി, എൻ്റെ ചേച്ചി, അവളൊരു പാവമായിരുന്നു. ഒരു റോസാപ്പൂ പോലെ നിർമ്മലയായിരുന്നു. ഒരു ആട്ടുംകുട്ടിയെ പോലെ നിഷ്കളങ്കയായിരുന്നു. പൂവിനെ പോലെ പരിശുദ്ധയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയും അത്താണിയുമായിരുന്നു അവൾ. ആ വീടിന്റെ ശാന്തതയിലേക്ക് കടന്നു വന്ന ഒരു കൊടുങ്കാറ്റായിരുന്നു ഇവൻ. എന്റെ ചേച്ചിയുടെ ഒരു മുടിമോല ശേഷിപ്പിക്കുന്ന ഈ പിശാചിനെ ഞാൻ കൊന്നു. അതെ, ഓരോ തവണയും ലക്ഷ്യം പിഴയ്ക്കുമ്പോഴും നീ തേടിയത് അലക്സിനെയായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്നെ സഹായിച്ചിരുന്ന ഈ കിഷോറിനോട് അവന്റെ ഈ സുഹൃത്തുക്കൾ ക്ഷമിക്കട്ടെ. എങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് നീ അലക്സിനെ കൊല്ലിച്ചു അല്ലടാ. നിനക്കറിയാവോ, കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഇഷ്ടമായിരുന്നു എമിലിയെ. എന്നാണ് അവളോട് ചോദിക്കാനും തോന്നിയിട്ടില്ല. ആ പാവത്തിനെ ഇവനാണ് കൊന്നാന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇവനെ ഉന്നം വെച്ചതാ.
അലക്സർ, യവനെ എത്തിക്കാൻ ആദ്യം നോക്കിയെങ്കിലും അവിടെ എത്തിയ നീ കാരണം അത് നടന്നില്ല. പള്ളി വെച്ച് അവനെ കൊല്ലാനുള്ള ശ്രമത്തില് പാവ വാച്ച്മാൻ കൊന്നിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞ ഡോക്ടറെ ഞങ്ങൾ തീർത്തു. അവസാനം അവൻ എൻ്റെ എമിലിയെ കൊന്ന ഈ 11-ാം നമ്പർ മുറിയിൽ ഞാൻ അവനെ എത്തിച്ചു. അഡ്രിയലിന് അവളുടെ പക തീർക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നിയമത്തെ നേരിടേണ്ടി വരുമല്ലോ. എന്റെ ചേച്ചിയുടെ ഘാതകനെ കണ്ടെത്താത്ത നിയമത്തെ നേരിടാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. എമിലിയുടെ ആത്മാവിന്റെ പ്രതികാരം ഇതോടെ അവസാനിക്കട്ടെ.